ഹലോ ഗൈസ്. കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ അവരുടെ ആദ്യത്തെ അംഗത്തിന് ഇറങ്ങുകയാണ്. ഈ വരുന്ന ഞായറാഴ്ച ഈസ്റ്റ് ബംഗാളുമായിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ കപ്പിലെ ആദ്യത്തെ മത്സരം. നമ്മൾക്ക് ഈ മത്സരത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നയാളാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ കോച്ചായ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കറ്റാല കണ്ടറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിന് ഇറങ്ങുന്നത്. ഡേവിഡ് കറ്റാലയുടെ ഇഷ്ട ഫോർമേഷനായ 4-4-2 എന്ന ഫോർമേഷനിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരായി ഈ മത്സരത്തിൽ ഇറങ്ങുക. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ക്വാഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ യുവതാരം കോറോ സിംഗ് പേഴ്സണൽ ഇഷ്യൂ മൂലം ടീമിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. അതായത് സ്ക്വാഡിനൊപ്പം നിലവിൽ കോറോ സിംഗ് ഇല്ല. അത് എത്രത്തോളം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരത്തെ ബാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു എക്സ്പെക്റ്റഡ് ലെവലിലേക്ക് വരികയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ സ്പാനിഷ് പരിശീലകൻ ഡേവിഡ് കറ്റാലയുടെ ഇഷ്ട ഫോർമേഷനായ 4-4-2 എന്ന ഫോർമേഷനിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരായ ഈ മത്സരത്തിൽ ഇറങ്ങുക. 4-4-2 ഗോൾ കീപ്പറായി കമൽജിത് സിംഗ് ആയിരിക്കും ഇറങ്ങുക. അതുപോലെ തന്നെ ഡിഫൻഡേഴ്സായി ലെഫ്റ്റ് ബാക്കിൽ നവോച്ച സിംഗും, അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ ഐബൻ ഡോവലിങ്ങും, രണ്ട് സെൻട്രൽ ബാക്കുമാരായി മിലോസ് ഫ്രിൻസിച്ചും അതുപോലെ തന്നെ ദുസാൻ ലഗോട്ടറുമാണ് ഇറങ്ങുക. ഇനി 4 മിഡ്ഫീൽഡേഴ്സായി ഡിഫൻസീവ് മിഡ്ഫീൽഡറായി വിപിൻ മോഹനും അതുപോലെ തന്നെ ഫ്രെഡി ലാൽമാവയുമായിരിക്കും ഉണ്ടാവുക. ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി അഡ്രിയൻ ലൂണയും, റൈറ്റ് വിങ്ങറായി ഒരുപക്ഷെ കോറോ സിംഗ് ഇല്ലാത്തത് കാരണം ഒരുപക്ഷെ മുഹമ്മദ് ഐമൻ ആയിരിക്കും ആദ്യ ഇലവനിൽ ഒരു വിങ്ങർ റോളിൽ ഇറങ്ങുക. ഇനി 2 സ്ട്രൈക്കർമാരായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് താരം ജീസസ് ജിമിനസും, അതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗാനിയൻ താരമായ ക്വാമി പെപ്രയുമായിരിക്കും ആദ്യ ഇലവനിൽ ഇറങ്ങുക. ഇനി ഒരുപക്ഷെ ക്വാമി പെപ്രയെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി കൊണ്ടുവരാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഷാൻ പണ്ഡിതായിരിക്കും ജീസസ് ജിമിനസിനൊപ്പം ആദ്യ ഇലവനിലേക്ക് വരിക. ഇനി രണ്ട് ടീമിന്റെയും കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈസ്റ്റ് ബംഗാൾ നമുക്കറിയാം, കഴിഞ്ഞ ISL സീസണിൽ 8ാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ ഫിനിഷ് ചെയ്തത്. അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ISL സീസണിൽ 8ാം സ്ഥാനത്താണ് ഈസ്റ്റ് ബംഗാൾ ഫിനിഷ് ചെയ്തത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ 7ാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ISL സീസണിൽ ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ കപ്പ് മത്സരം ഡേവിഡ് കറ്റാലയെ സംബന്ധിച്ചിടത്തോളം തന്റെ ഒരു മികച്ച തന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി കൃത്യമായി ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാവും ഡേവിഡ് കറ്റാല ഈ സൂപ്പർ കപ്പിനെ കാണുന്നത്. മാത്രമല്ല, ഡേവിഡ് കറ്റാല എന്ന പരിശീലകൻ എങ്ങനെയുള്ള ഒരു പരിശീലകനാണെന്ന് നമുക്ക് ആർക്കും നിലവിൽ അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ സൂപ്പർ കപ്പിന്റെ ആശ്രയിച്ചിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായ ഡേവിഡ് കറ്റാല എങ്ങനത്തെയുള്ള ഒരു പരിശീലകനാണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് ഈ ഡേവിഡ് കറ്റാല എന്ന പരിശീലകനെ കുറിച്ചും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ സെമി ഫൈനൽ എത്തുമോ ഇല്ലയോ എന്നൊക്കെ നിങ്ങളുടെ അഭിപ്രായമൊക്കെ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മാച്ചിന്റെ സ്കോർ? നിങ്ങളുടെ പ്രൊഡിക്ഷൻ എന്താണ്? കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മാച്ചിന്റെ സ്കോർ പ്രൊഡിക്ഷൻ എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. Till then, bye.